ശരി തന്നെയല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ പണം പോകുന്ന ആളുടെ വിഷമം വരും. പണം പോകുമ്പോൾ നമ്മളെ വിളിച്ച് സ്നേഹിക്കുകയും ഉമ്മയ്ക്കൊന്നുമില്ല ചെയ്യുന്നത്. ഇതൊക്കെ ഏറ്റവും മിനിമം അല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് പൈസ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10,000 രൂപ തട്ടിക്കൊണ്ടുപോയി നമുക്ക് നിശ്ചയമുണ്ട് ഇന്ന ആളെ തട്ടിക്കൊണ്ടുപോയി നമ്മൾ വിടുവോ? അത് മനസ്സിലാക്കാൻ ഇവർ തയ്യാറല്ലാത്തിടത്തോളം ഇതുപോലുള്ള കനത്ത നഷ്ടങ്ങൾ ഇനിയും പല സ്ഥാപനങ്ങൾക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വന്തം പേരിൽ തന്നെ ഇവരൊരു QR കോഡ് ചെയ്തെടുക്കുകയാണ്. ആ QR കോഡിലായിരിക്കും പിന്നെ കാര്യങ്ങളും ട്രാൻസാക്ഷനും എല്ലാം നടന്നു പോകുന്നതായിരിക്കും. പക്ഷേ അത് ഈ വേടനെ പോലെയുള്ളവർ വീണ്ടും ആൾക്കാരെ ഇങ്ങനെ ഉണർത്തിവിട്ട് വീണ്ടും അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത നിലനിൽക്കുന്ന ഈ കാലത്ത് അത് തന്നെയാണ് ഇവിടെ ഈ പെൺകുട്ടിയൊക്കെ ശക്തി പകർന്നത്. ഹലോ, നമസ്തേ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഹരികുമാർ ഗോവിന്ദൻ അൻസു ടോക്കീസിന് വേണ്ടി പുതിയൊരു എപ്പിസോഡുമായി വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ 2-3 ദിവസമായി നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത മൊത്തം കൃഷ്ണകുമാറിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു തട്ടിപ്പ് കഥയുടെ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. സംഗതി ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിടത്തോളം ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? സത്യം പറഞ്ഞാൽ ഞാൻ മറ്റാരും പറയാത്തൊരു കാര്യമാണിത്. നിങ്ങളത് മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഓരോ സ്ഥാപനങ്ങൾ നടത്തുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ, എവിടെയൊക്കെ എൻ്റെ പിതാവ് ഉൾപ്പെടെ, ഞാൻ പറയുന്ന കാര്യം മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവരും നടത്തിയിരുന്ന സ്ഥാപനങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ നടത്തിപ്പുകാരുടെയൊക്കെ, ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ഓണർമാരുടെയൊക്കെ വിശ്വസ്തരായിട്ട് ഏതെങ്കിലും ഒരാണോ പെണ്ണോ ഉണ്ടാവും. സത്യമാണ്. നമ്മൾ എവിടെ നോക്കിയാലും ശരി, ഇവരുടെ വിശ്വസ്തരായിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടാവും. ആ ഒരു വ്യക്തി വിചാരിച്ചാൽ പുതിയ ഒരു സ്റ്റാഫിനെയും ആ സ്ഥാപനത്തിൽ നിർത്താനും സമ്മതിക്കില്ല. അവരുടെ കൺട്രോള് വിട്ടുപോകുന്ന ഒരു കാര്യവും അതിനകത്ത് നടക്കാൻ അവർ അനുവദിക്കുകയില്ല. അതൊട്ട് ഈ മണ്ടനായ മുതലാളി മനസ്സിലാക്കുകയില്ല. കാരണം എന്താണെന്നറിയോ? അത് ഇവരുടെ കയ്യിൽ അദ്ദേഹം അങ്ങ് ഒതുങ്ങിപ്പോകും. ഈ മുതലാളിമാരെ സത്യം പറഞ്ഞാൽ അവരുടെ വരുതിയിൽ നിർത്താനുള്ള എല്ലാ ചെപ്പടി വിദ്യയും ഇവരുടെ കയ്യിലുണ്ടാവും. ഈ മണ്ടനായ മുതലാളി അവരെ അകമഴിഞ്ഞങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഇടയിൽ സത്യസന്ധരായ ചിലർ വരും ജോലിക്കായിട്ട്. അവരെ ഏത് വിധേനയും ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുകയും സ്ഥാപനത്തിൻ്റെ പരിപൂർണ നിയന്ത്രണം ഇവരുടെ കൈക്കുള്ളിലാക്കുകയും ചെയ്യും. ഇവർക്ക് സ്തുതി പാഠകരെയാണ് ഇഷ്ടം. ഈ മുതലാളിയെ എപ്പോഴും ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഇവരെ പറ്റി എപ്പോഴും സ്തുതി മാത്രം ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് ഇവരെപ്പോഴും സംരക്ഷിച്ച് കൂടെ നിർത്തുന്നത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ മകൾ അനുഭവിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഞാനും ചില സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് തന്നെയാണ് സ്വന്തം സ്ഥാപനം നടത്തുന്ന ഘട്ടത്തിലേക്ക്, ഒരു നിലയിലേക്ക് ഞാൻ വന്നെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം അക്കമിട്ട് പറയുന്നത്. ഞാൻ ജോലി ചെയ്തിരുന്ന പല സ്ഥാപനങ്ങളിലും അവിടെയൊക്കെ ചെന്നപ്പോൾ മുതലാളിയുടെ വിശ്വസ്തരായി പലരും ഉണ്ടായിരുന്നു. അവരൊക്കെ ചെയ്തിരുന്ന പല കുന്നായ്മകളും ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. പക്ഷേ ആ കാര്യം അതിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമയെ അറിയിക്കണമെന്ന് പല പ്രാവശ്യം എൻ്റെ മനസ്സ് എന്നോട് മന്ത്രിച്ചു. പക്ഷെ ഞാനത് പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസം ഉണർന്നെണീക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ തല കാണില്ല, അല്ല എൻ്റെ മക്കൾക്ക് അച്ഛനില്ലാതെ പോകും. കാരണം അത്രമാത്രം അവർ ശക്തരുമാണ്. എന്തൊരു വിനയാണെന്നറിയോ ഈ സത്യം പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ്റെ മുമ്പിലൊക്കെ ഈ പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര വിനയമാണ്. എന്ത് കാര്യം ഇവരിലൂടെ മാത്രമേ നടക്കൂ. ആ സ്ഥാപനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇവർ തന്നെയായിരിക്കും. ഈ QR കോഡിൻ്റെ കഥ ഇവിടെ മാത്രമല്ല, ഇതിനു മുന്നേയും ഞാൻ ഒരു സ്ഥാപനത്തിൽ നിന്ന് കൂടി, ഞാൻ 2 സ്ഥാപനങ്ങളിൽ നിന്ന് ഞാനിതറിഞ്ഞു. ഒന്നൊരു ഹോട്ടലായിരുന്നു, മറ്റൊന്നൊരു കളർ ലാബാണ്. രണ്ടിൻ്റെയും ഓണേഴ്സിനെ എനിക്കിപ്പോൾ ഓൺലൈൻ കിട്ടാത്തത് കൊണ്ട് ഞാൻ അവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസോ മറ്റും പറയാൻ ഞാൻ ഒരുക്കമല്ല. ഈ 2 സ്ഥാപനങ്ങളും സ്റ്റാഫ് അവരുടെ QR കോഡ് കാണിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കും. വരുന്ന കസ്റ്റമേഴ്സിന് പലപ്പോഴും ഇവിടുത്തെ നമ്പർ വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, ഓക്കെ എന്ന് പറഞ്ഞ് കസ്റ്റമർ പോകും. എന്നാൽ ഇവിടുത്തെ ഗൂഗിൾ പേ നമ്പർ ഇത് തന്നെയല്ലേ, ഓക്കെ അതിലേക്കൊന്ന് ഗൂഗിൾ പേ ചെയ്താൽ മതി. ശരി, ഇവരുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് അങ്ങ് ചെയ്യണം. അവരുടെ പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വന്തം പേരിൽ തന്നെ ഇവരൊരു QR കോഡ് ചെയ്തെടുക്കുകയാണ്. ആ QR കോഡിലായിരിക്കും പിന്നെ കാര്യങ്ങളും ട്രാൻസാക്ഷനും എല്ലാം നടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയെ പറ്റി ഇവർ ഒന്നും മനസ്സിലാക്കാൻ തയ്യാറല്ല. അതിൻ്റെ ഒരു ശരിക്കും വരുന്ന അതിൻ്റെ ഒരു തെറ്റുകുറ്റങ്ങളൊക്കെ തന്നെ ഇവർ ശരിക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള വാസ്തവം.
അത് മനസ്സിലാക്കാൻ ഇവർ തയ്യാറല്ലാത്തിടത്തോളം ഇതുപോലുള്ള കനത്ത നഷ്ടങ്ങൾ ഇനിയും പല സ്ഥാപനങ്ങൾക്കും സംഭവിക്കാം, സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് യാതൊരു മാറ്റവും ഇല്ല. കാരണം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതുപോലെ ഞാൻ ജോലി ചെയ്തിരുന്ന പല സ്ഥാപനങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല, ഇതിനപ്പുറവും പല വെട്ടിപ്പും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള വിവരവും വിവേകവും ഈ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഉണ്ടായാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് ജീവിക്കാനോ പിടിച്ചു നിൽക്കാനോ സാധിക്കുകയുള്ളൂ. എന്തു തന്നെയായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കേസ് എങ്ങും എത്താൻ പോകുന്നില്ല. കാരണം എന്ത് പറഞ്ഞാലും ഇത് അവസാനം കൊണ്ട് കണക്ട് ചെയ്യുന്നത് ജാതിയിലും മതത്തിലുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നിയമത്തിൻ്റെ പല ആനുകൂല്യങ്ങളും ഇവർക്കായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്, ഒരു വിഭാഗത്തിനായി എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ആനുകൂല്യം അവർ പലപ്പോഴും ദുരുപയോഗപ്പെടുത്തുന്നു. നമ്മൾ കൃഷ്ണകുമാറിൻ്റെ കേസിൽ പ്രതികൾ ചെയ്ത് കണ്ട കാര്യം ഇത് തന്നെയാണ്. അവർ ദുരുപയോഗപ്പെടുത്തി. അപ്പോൾ ഇത്തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നത് വഴി എന്താ സംഭവിക്കുന്നത്? അവിടെ സത്യം പരാജയപ്പെടും. നാളെ ഒരു തെറ്റ് കണ്ടാൽ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് അയാളുടെ സ്റ്റാഫിൻ്റെ മേൽ ഒരു നടപടിയും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അയാൾ എന്തെങ്കിലും മിണ്ടിപ്പോയാൽ അയാൾ പുരുഷനാണെങ്കിൽ ഒന്നുകിൽ പീഡനം, അല്ല അയാൾ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ മറ്റു രീതിയിൽ ജാതീയമായി അധിക്ഷേപിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ കുറേ പരാതികൾ, അത് വേറെ. അപ്പോൾ ഇത് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ജോലി സാധ്യത പോലും പലപ്പോഴും പലയിടത്തും നഷ്ടപ്പെടുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു തുല്യത വരേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ജാതി സമവാക്യങ്ങളും ബാക്കി അതിനെക്കുറിച്ചുള്ള ബോധങ്ങളും എല്ലാം ഒഴിവാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കൂ. പക്ഷേ അത് ഈ വേടനെ പോലുള്ളവർ വീണ്ടും ആൾക്കാരെ ഇങ്ങനെ ഉണർത്തിവിട്ട് വീണ്ടും അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത നിലനിൽക്കുന്ന ഈ കാലത്ത് അത് തന്നെയാണ് ഇവിടെ ഈ പെൺകുട്ടിയൊക്കെ ശക്തി പകർന്നത്. ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പം ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. പക്ഷെ തൽക്കാലം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നന്ദി, നമസ്കാരം.